ഉണർന്ന് വന്നത് തന്നെ ഈ കൊണ്ടയും കൊണ്ടാണ്. പിന്നെ തലമുടിയൊക്കെ ഒന്ന് അഴിച്ച് വൃത്തിയായിട്ട് കെട്ടിയിട്ട് 5 മിനിറ്റ് ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഒരു നിപ്പുണ്ട്, കിളി പോയതുപോലെ. ഈ നിപ്പ് എനിക്ക് എന്നും പതിവുള്ളതാണ്. പിന്നെ പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിലേക്ക്. ഇന്ന് രാവിലെ കാപ്പിക്ക് ഗ്രീൻ പീസ് കറി അപ്പവുമാണ്. ഗ്രീൻ പീസ് കറിക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വിത്ത് വെള്ളം ഫ്രിഡ്ജിൽ കയറ്റും. രാവിലെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചാൽ മാത്രം മതി. അപ്പത്തിൻ്റെ മാവ് ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സ്നാക്സിനായിട്ട് പക്കാവടയും ബിസ്ക്കറ്റുമാണ്. നേരത്തെയൊക്കെ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് എന്തോരം ബിസ്ക്കറ്റാണ്. ഇപ്പം 4, 3, 7 എണ്ണം പോലും ഇല്ല. പിന്നെ ചായയുമായിട്ട് വീണ്ടും വെളിയിൽ വന്ന് ഒരു 10 മിനിറ്റ് കിളി പോയതുപോലെ നിൽക്കും. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലടിച്ച് നേരെ വീണ്ടും അടുക്കളയിലേക്ക്. ഇന്ന് 7 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം. 12 അപ്പം ചുടണം. ആദ്യം തന്നെ നല്ല ഡൗട്ടുണ്ട് ഈ മാവ് അതിന് തികയുമോ ഇല്ലയോ എന്ന്. എന്തായാലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അങ്ങനെ 12 അപ്പവും ചുട്ട് എൻ്റെ മാവും തീർന്ന് ഗ്രീൻ പീസ് കറിയുമായി. ശേഷം ഞാനാണെങ്കിൽ പിള്ളേരെ പോയി വിളിക്കുക കേട്ടോ. ഉബേദിൻ്റെ ബ്രഷ് എടുത്ത് ഹൈസി തേച്ചെന്ന് പറഞ്ഞ് അവൻ പിണങ്ങി നിൽക്കുക. പിന്നെ അവനെ ഒരുവിധം ഞാൻ സമാധാനപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും കുളിച്ച് ചൂടുവെള്ളത്തിലാണ്. കാര്യം ഇവിടെ ഭയങ്കര മഴയും തണുപ്പുമാണ്. നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എടുത്താൽ മതി. ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പകരത്തിന് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുക്കണം. ഒരു ബാർട്ടർ സമ്പ്രദായം. ഞങ്ങൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവർ വന്നു. അവരുടെ കയ്യിൽ നല്ല ചോറ്, പിന്നെ ചിക്കൻ ഫ്രൈ, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ തൈര്, ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്നത്. അപ്പം നമ്മളത് പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. പിന്നെ എല്ലായിടത്തെയും പറഞ്ഞ് സ്കൂളിലോട്ട് വിട്ടെ.